ഇത്രയും ലജ്ജാകരമായ ഒരു കാഴ്ച ഇതിനു മുൻപ് ഈ നാട് കണ്ടിട്ടില്ല. ഒരു പൊതുപ്രവർത്തകൻ ഉത്തമബോധ്യത്തോടെ സമൂഹത്തോട് പറഞ്ഞത്, ഉത്തമബോധ്യത്തോടെ നിയമസഭയിൽ പറഞ്ഞതൊക്കെ തിരുത്തുകയും ആ പറഞ്ഞതിന് പേരിൽ മാപ്പ് പറയുകയും ചെയ്യും. നാളെ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും തിരുത്തുകയില്ല എന്നും മാപ്പ് പറയുകയില്ല എന്നും ആര് പറഞ്ഞു? യാതൊരു അന്തസ്സുമില്ലാത്ത ആളാണ് നിങ്ങൾ. ക്രിമിനൽ മനോഭാവമുള്ള ആളാണ് നിങ്ങൾ. തട്ടിപ്പുകാരനാണ് നിങ്ങൾ. അനേകം പേരെ വഞ്ചിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊലപാതക കേസിലെ പ്രതിയായിട്ടുണ്ട്. നിങ്ങൾ പിടിച്ചുപറിച്ചും വഞ്ചിച്ചും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഗുണ്ടായുസം കാട്ടിയും നിങ്ങളുടെ സാമ്രാജ്യം വളർത്താൻ ശ്രമിച്ചു. അതിന് തടസ്സം നേരിട്ടപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ നിലപാട് മാറ്റുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവവും നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ കാല് പിടിച്ചുള്ള കരച്ചിൽ, ഈ മാപ്പ് പറച്ചിൽ നിങ്ങളുടെ സമ്പൂർണ്ണ പരാജയത്തിന്റെ സൂചനയാണ്. മറുനാടിനെ പൂട്ടിക്കാൻ വേണ്ടി ജീവിതവ്രതമാണ് എന്ന് പറഞ്ഞിറങ്ങിയ നിങ്ങളെ കേരളം തമാശയോടെ കണ്ടത് ഓർക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ പിന്നാലെ കൂടിയ കുറെ വിഡ്ഢികളുണ്ട്. അവർക്കൊക്കെ മനസ്സിലായി നിങ്ങൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ്, യാതൊരു കഴമ്പുമില്ലാത്ത ആളാണെന്ന്. ആ നിങ്ങൾക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് കാലിൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് തടി തപ്പേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഈ അവസ്ഥ തുടരും മിസ്റ്റർ അൻവർ. കാരണം സത്യം നിങ്ങളുടെ അയൽപക്കത്തുകൂടി പോയിട്ടില്ല. നിങ്ങൾ ആകപ്പാടെ പ്രതീക്ഷിക്കുന്നത് വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യർക്കിടയിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് തന്നെയാണ്. വനാവകാശ നിയമം തെറ്റാണെന്നും അവകാശ ലംഘനമാണെന്നും ആദ്യം പറഞ്ഞ മാധ്യമം മറുനാടനായിരുന്നു. അത് പ്രതിപക്ഷം വേണ്ടതുപോലെ ഏറ്റെടുത്തില്ല. നിങ്ങൾ അത് ഏറ്റെടുത്തു. നിങ്ങൾ അതിന്റെ പേരിൽ ജയിലിൽ പോയി. അത് നല്ല കാര്യമാണ്. പക്ഷെ അതിനർത്ഥം അതുകൊണ്ട് മലയോര കർഷകരെല്ലാം നിങ്ങളോടൊപ്പം നിൽക്കുമെന്നും നിങ്ങളുടെ തോന്നിയാസവും കൊള്ളയും വർഗീയതയും നുണപ്രചരണവും എല്ലാം എല്ലാവരും ക്ഷമിക്കുമെന്നും അല്ല. നിങ്ങൾ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം, നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം നടത്തുന്നയാളാണ്. നിങ്ങൾ എത്ര സത്യസന്ധനാവാൻ ശ്രമിച്ചാലും ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കണ്ണുനീരുണ്ടല്ലോ, നിങ്ങളുടെ മാപ്പ് പറച്ചിലുണ്ടല്ലോ, അത് കേരളം കാത്തിരുന്നതാണ്. ഇനി ഇതുപോലെ ഒരുപാട് പേരോട് നിങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വരും. അതും കഴിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് മടങ്ങാൻ ദൈവം അനുമതി നൽകൂ.